അതിന് പകരം എന്തുകൊണ്ട് ലോൺ എടുത്ത് യാത്ര പോയിക്കൂടാന്ന് ആലോചിച്ചു. അങ്ങനെ ലോൺ എടുത്താണ് യാത്രകൾ. ഈ സൈക്കിളിന് ഒരു കഥയുണ്ട്. ലോകം ചുറ്റാനിറങ്ങിയ ഒരു മലയാളിയെയും കൊണ്ട് 17,000-ലധികം കിലോമീറ്ററുകളാണ് ഈ സൈക്കിൾ സഞ്ചരിച്ചത്. എറണാകുളം സ്വദേശിയായ അരുൺ തഥാഗതൻ ഈ സൈക്കിളുമായി 60-ലേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച ഇന്ന് ബഹ്റൈനിലെത്തിയിരിക്കുകയാണ്. ഹായ്, നമസ്കാരം. ഞാൻ അരുൺ തഥാഗത്, എറണാകുളം അമ്പലമുകൾ സ്വദേശിയാണ്. ഈ വണ്ടിയുമായിട്ട് കുറച്ച് കാലമായി 2024 ജൂലൈയിൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് ബഹ്റൈനിലെത്തി നിൽക്കുന്നു. ഇനി ഖത്തറിലേക്കാണ് യാത്ര. ഖത്തർ അങ്ങനെ തിരിച്ച് വീണ്ടും സൗദിയിൽ വന്ന് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ വഴി നേപ്പാൾ, ഇന്ത്യയിലേക്കാണ് മനസ്സിലുള്ളത്. സർക്കാർ ജീവനക്കാരനായ ഒരു സാധാരണ മലയാളി. അയാൾ ശമ്പളരഹിത അവധിയുമെടുത്ത് ലോകം ചുറ്റാനിറങ്ങിയതിന്റെ പിന്നിലെ കഥ ചോദിച്ചാൽ അരുൺ ഇങ്ങനെ പറയും. ഞാൻ ഓഫീസിൽ എന്നും ഒരേ ആൾക്കാരെ കാണുന്നു, എന്നും ഒരേ പരദൂഷണം, ഒരേ രാഷ്ട്രീയം, ഒരേ മതച്ചർച്ചകൾ, ഇതിനൊക്കെ മാറ്റം വരുത്താമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എന്നും എനിക്ക് വ്യത്യസ്തതകളാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, ആളുകൾ എല്ലാം വ്യത്യസ്തമാണ്. ഞാനും എൻ്റെ ബൈക്കും മാത്രം സെയിം. അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ അങ്ങനെ ഏതോ ഒരു സായിപ്പ് അങ്ങനെ യാത്ര പോയതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എനിക്ക് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് വേണം യാത്ര പോകാനായിട്ട്. അല്ലാതെ വെറുതെ ഒരു യാത്രയായിട്ട് കാര്യമില്ല. അങ്ങനെ യാത്ര ഇറങ്ങി ഇന്നിപ്പോൾ ഞാൻ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്നു, ഞാൻ എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യുന്നു. സോ ഹാപ്പി. യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് അരുണിന്. അതിർത്തികളില്ലാത്ത ലോകമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. പോകുന്നയിടങ്ങളിലും കാണുന്ന മനുഷ്യരിലുമെല്ലാം പുഞ്ചിരി പടർത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഫ്രാൻസും ജർമ്മനിയും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. അത്രയും വിദ്വേഷത്തിലിരുന്നാണ്. ഇന്ന് നമ്മൾ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിക്ക് ഒന്നും അറിയുക പോലുമില്ല. ജസ്റ്റ് നമ്മളുടെ വീടിൻ്റെ അടുത്ത വീട്ടിലേക്ക് കടക്കുന്ന പോലെയാണ്. അതിർത്തികളില്ല. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്തെടുത്തത് നമ്മൾ അറിയില്ല. ഒറ്റ വീസയിൽ എല്ലാ രാജ്യങ്ങളും പോകും, അതിർത്തികളില്ല. ഇതാണ് ലോകം മുഴുവനും വരേണ്ടത്. ഇപ്പോൾ GCC രാജ്യങ്ങൾ അങ്ങനെ വരികയാണ്, 1 വീസ എന്ന് പറയും. ആസിയാൻ രാജ്യങ്ങളിൽ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആഫ്രിക്ക അതുപോലെ വരികയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇന്ന് നമ്മൾ പണ്ട് കണ്ട ലോകമല്ല ഇന്നുള്ളത്. അതുപോലെ ഇനി അത് മാറും. അപ്പോൾ എൻ്റെ യാത്രയുടെ മോട്ടോ തന്നെ അതിരുകളില്ല ലോകം, പുഞ്ചിരിക്ക് അതിരുകളില്ല എന്നാണ്. വേൾഡ് സയൻസ് ഫ്രോണ്ടിയേഴ്സ്, അതിർത്തികളില്ല ലോകത്തിന്, അതിർത്തികൾ ഉണ്ടാവരുത്. ആ ലക്ഷ്യമായിട്ടാണ് യാത്ര പോകുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു 10-20 കൊല്ലത്തിനകം കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടെയാകും ആളുകൾ യാത്ര ചെയ്യുക, പ്രത്യേകിച്ച് ഇത്രയും വലിയ യാത്രകളിൽ. എന്നാൽ അരുണിന്റെ യാത്രയുടെ ഫിലോസഫി തന്നെ വേറെയാണ്. പ്ലാനും പദ്ധതികളും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പദ്ധതികളൊന്നും ഇല്ലാതെ ഇരിക്കലാണ് തന്റെ പദ്ധതി എന്നാണ് അരുണിന്റെ രസകരമായ മറുപടി. നോ പ്ലാനിങ് ഈസ് മൈ പ്ലാൻ ഞാൻ എപ്പോഴും പറയും. എങ്കിലും കരുതുന്നു അടുത്ത ഖത്തർ അങ്ങനെ പോയി കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ വഴി തൽക്കാലത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തും. തൽക്കാലം മീൻസ് ഒരു 6 മാസം to 1 കൊല്ലം എടുക്കുമായിരിക്കാം. ഇന്ത്യയിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് കുറച്ച് കാലം പണിക്ക് പോകും. ലോണൊക്കെ തിരിച്ചടച്ച് കഴിഞ്ഞാൽ അടുത്ത ലോൺ വീണ്ടും ബാങ്കിലുള്ള ലോൺ എടുത്ത് വീണ്ടും അടുത്തത് എൻ്റെ മനസ്സിലുള്ളത് അലാസ്കയിൽ നിന്ന്, അതായത് അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന്, വടക്കേ അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് തെക്കേ അമേരിക്ക, അർജന്റീന വരെ നീളുന്നൊരു യാത്ര. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇറങ്ങി തിരിച്ച ഈ യാത്രയിൽ സന്തത സഹചാരിയായ സൈക്കിളിനെ കുറിച്ച് അരുൺ തഥാഗതൻ പരിചയപ്പെടുത്തുക തന്റെ പെൺസുഹൃത്തായാണ്. ഞാനെപ്പോഴും പറയുക, തമാശയോട്ടി പറയുക, മൈ ഗേൾ ഫ്രണ്ടാണ്. ഇതൊരു ആൺകുട്ടിക്ക് ഏറ്റവും മികച്ച ഗേൾ ഫ്രണ്ടാണ്, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും മികച്ച ബോയ് ഫ്രണ്ടാണ്. ഒരു പരാതികളും ഇല്ലാത്ത, വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഒരല്പം വായു മാത്രം ഭക്ഷണം കഴിച്ച് ഒരു പരാതികളും ഇല്ലാതെ, ഒരു കംപ്ലൈൻറ്റുകളും ഇല്ലാണ്ട് ഇപ്പോൾ 7-8 വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട്. എല്ലായ്പ്പോഴും ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടാവും. അത്രയും അടുപ്പമാണ്. തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾ തുടരുകയാണ് അരുൺ തഥാഗതൻ. അബ്ദുവിനൊപ്പം ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.